ഇപ്പം ആലപ്പി മാഷ് ട്യൂൺ തരുമ്പം ഡമ്മി വേർഡ്സ് വേണമെന്ന് ചോദിക്കും. ചിലർ ഡമ്മി വേർഡ്സ് ഒക്കെ വലിയ പാടാണ്, നമ്മളതിൻ്റെ കര കയറുകയല്ല, അതിൽ കിടക്കും, അതിൽ തന്നെ. അപ്പം ലല്ല അപ്പം ചിലപ്പോൾ അവ ഡമ്മി വേർഡ്സ് പുള്ളി ഇടും. എന്തെന്നറിയോ, എല്ലാം ശ്രീലവാക്കാരി. പക്ഷേ അത് ഭയങ്കര അതുകൊണ്ട് പെട്ടെന്ന് മീറ്റർ കിട്ടും. ആ വാക്ക് ആലോചിച്ചാൽ മതി, മീറ്റർ അതല്ലേ. ഇപ്പം മായിൽ തുടങ്ങുന്ന വാക്കാ, കറക്റ്റ് തലമുടി, അതാണ് വാക്ക്. പിന്നെ നമ്മൾ കേൾക്കണ്ട. അല്ല, അത് ഞാൻ പറഞ്ഞ അവിടെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്ന് തരംതിരിക്കാനേ പറ്റൂല, അല്ലേ? അതുകൊണ്ട് ഇതിലെല്ലാം നമ്മൾ അത് രസമാണ്. ഇപ്പം എനിക്ക് കിട്ടാത്തൊരു അവസരം വേറെ ആൾക്ക് കിട്ടുമ്പോൾ അയാൾ നന്നായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അഭിനന്ദിക്കല്ലേ വേണ്ട. ഞാൻ അങ്ങനെ പഠിച്ചിരിക്കുന്നു. ഞാൻ പ്രേമിച്ച് വേണ്ടിനെ ഒരാൾ കിട്ടുന്ന പോലെ ബാക്കി തന്നെ കിട്ടിയുണ്ട്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് കേട്ടോ. എല്ലാം അത് തന്നെ കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ചിലജാലവാതിലിന് പറഞ്ഞ പോലെ എനിക്ക് നീലത്താമരയിലെ അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് പകലൊന്നും മഞ്ഞ വീഥിയിലെ കുഞ്ഞുതാമര. സങ്കടത്തിനോടുള്ളൊരു നമുക്ക് ദുഃഖത്തിനോട് നമുക്ക് സ്കൂളിൽ സ്നേഹം ഉണ്ടാവില്ല എപ്പോഴും. എത്ര പറഞ്ഞു വിട്ടാലും അത് പോവുകയില്ല. സന്തോഷം എത്ര നമ്മൾ അനുഭവിച്ചാലും അത് തീർന്നും പോകും. ദുഃഖം സുഖം ഒരു നാൾ വരും വരുന്നകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പാട്ട് എഴുതാണ്ട് കൂടുതൽ ഇഷ്ടമുണ്ട്. മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷം, എനിക്ക് സങ്കടം. ആരോ കരയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ആരോ ഭയങ്കരമായി ഇരുന്ന് തോരാത്ത കണ്ണീരിവിടെ കടലായി ഞങ്ങൾ കണ്ടിട്ട് ഒരുപാട് നാളായി എന്നൊക്കെ പറഞ്ഞ പോലെ ആരോ ഇങ്ങനെ കരയുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് ഇരുന്ന് കരഞ്ഞു, പിന്നെ അടുത്ത മഴക്കാലത്ത് കരഞ്ഞു. ഇതിൻ്റെ തീരുമാനമായില്ലേ എന്നാൽ തോന്നലൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ നാട്ടിൽ നിന്നാണല്ലോ പെയ്യുന്നതാണല്ലോ വൈപ്പ്. അപ്പോൾ ദൈവം അവിടെ ഉണ്ടായിട്ട് പോലും കണ്ണിലൊന്ന് തൊട. പക്ഷെ മഴ പെയ്യില്ലെങ്കിൽ സംഭവം കഴിയുമല്ലോ. അതൊരു വശം, അതൊരു വേറൊരു വശം. പക്ഷെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴേ ഈ ഭ്രാന്താണല്ലോ എഴുത്തെന്നൊക്കെ പറയുന്നു. പകുതി ഭ്രാന്താണ്, ചെറിയ ഭ്രാന്തൊക്കെ വേണം. ഒരു ഭ്രാന്താണ് ആദ്യമാവരുത്. സാർ. വെറുതെ ഒരു ഭാര്യയില് ഉണ്ണിമേനോൻ സാർ പാടിയിട്ടുള്ള ഓംകാരം ശങ്കിൽ ചേരും. ഓംകാരം ശങ്കിൽ ജീവിതത്തിലെ പറഞ്ഞില്ല, ഏത് പ്രേമഗാനം എഴുതിയാലും ഏതെങ്കിലും സുന്ദരിയായിരിക്കും മനസ്സിൽ. ഭാര്യ ഇതുവരെ ആ രംഗത്തേക്ക് വന്നിട്ടേ ഇല്ല. അപ്പം പക്ഷേ ഭാര്യയെ അതിനുള്ളൊരു പ്രായച്ചിത്തന്നു ഇങ്ങനൊരു പാട്ട് എഴുതാൻ. നീ ഭാര്യയെ നോക്കിയൊരു പാട്ട് എഴുതണം, നീ കുറേ നാളായല്ലോ കണ്ട പെണ്ണുങ്ങൾ നോക്കി പാട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ കഷ്ടപ്പാട് കണ്ടെഴുതിയ പാട്ട്. അമ്പലത്തിലെ ശംഖ് വിളിക്കുന്നതിന് മുമ്പേ ഉണരുന്നവളാണ് ഇവള്. നമ്മളറിയില്ല. അമ്മ ഉറങ്ങുന്നതും അമ്മ ഉണരുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് പണ്ട് പറയുകയായിരുന്നു. നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ട് അമ്മ അടുക്കളയൊക്കെ അടച്ചു വരും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മ എഴുന്നേറ്റ് പോയി തപ്പി നോക്കാം. ഭാര്യ അത് തന്നെ കേട്ടോ. നമ്മൾ ഉറങ്ങി കഴിയുമ്പോഴേക്കും ഇത് ഓടി വരുന്നത് ചില. ഇപ്പം ചെറുപ്പകാലത്തല്ല, ഇപ്പം അങ്ങനെയാണ്. തപ്പിയൊക്കെ നോക്കാൻ വന്നിട്ടുണ്ട്. രാവിലെ നമ്മൾ തപ്പി നോക്കുമ്പോൾ കാണില്ല. അപ്പം അങ്ങനെ ഇങ്ങനെ സാധനം എഴുതാൻ പറഞ്ഞു. ഞാൻ രാവിലെ ഇത് 4 മണിക്ക് എഴുതിയിട്ട് പോകും. എന്താണ് ഇപ്പം നമ്മൾ സാധാരണ കാണുന്നത് രാവിലെ 6:30 മണിക്ക് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു ഫാനിൻ്റെ ചോട്ടിലിങ്ങനെ സൂചിച്ചിരിക്കണമെന്ന്. ഇത് എന്തെന്ന് രാവിലെ ഇത്ര മാത്രം കാറ്റുള്ള. പക്ഷെ അതിന് മുമ്പ് ഒരു എപ്പിസോഡ് ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അതിനുവേണ്ടി ഞാൻ ചെല്ലും, അറിയാണ്ട് പോയി ഒളിഞ്ഞു നോക്കും അടുക്കളയിൽ. അപ്പം തന്നെ ശപിക്കും, തന്നെ മുറുമുറുക്കും. ഇതെല്ലാം എൻ്റെ തലയിലെ ഭാരമാണ്, ഇതെന്നും തീരും എന്നൊക്കെ ഇത് പറയുമല്ലോ. ഈ ചെയ്തു തരും. എങ്കിലും ചില സമയങ്ങളിൽ അവരുടെ മാനസികാവസ്ഥയുണ്ട്. എന്നെ അടുക്കള കയറ്റില്ല. കാര്യം ഇവർക്കൊരു അടുക്കളത്താളമുണ്ട്. നമ്മൾ തെറ്റിക്കുക. ഒരു പാത്രം എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ജോലി ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഈ പാത്രം എടുക്കും. ഇത് ചിലപ്പോൾ ഞാനൊക്കെ ചെന്ന് മാറ്റി വയ്ക്കും. പക്ഷേ ഞാനിപ്പോൾ ഭാര്യ അറിയാണ്ട് തന്നെയാണ്. അപ്പോൾ രാവിലെ 6 മണിക്ക് എന്നിട്ട് കാറ്റ് കൊള്ളുന്നത് വലിയൊരു ജോലിക്ക് ശേഷമാണെന്നുള്ളത് പിന്നീട് അറിയുന്നത്. പിന്നെ ശംഖ് വിളിക്കുന്നതിന് മുമ്പ് ഈറൻ മാറുന്ന വെൺമലരാണ് അവൾ കുളിച്ച് കഴിഞ്ഞിരിക്കുന്ന നേരം. ഓരോ നാളും എങ്ങുമ്പോൾ തന്നെ വാടിയിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് ഇതുകൊണ്ടാണെന്നുള്ള ബോധം നോക്കില്ലായിരുന്നു. അങ്ങനെ ആ പാട്ട് മുഴുവൻ ഓരോന്നും ഭാര്യയെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയ പാട്ട്. വെറുതെ അല്ല ഭാര്യ, വെറുതെ ഒരു ഭാര്യ എന്നുള്ളത് വെറുതെ അല്ല ഭാര്യ എന്നല്ല മനസ്സിലായത്. പക്ഷെ അത് കഴിഞ്ഞുള്ള ഗുണം വെച്ചാൽ നേരത്തെ ഓമനപ്പുഴയുടെ കാര്യം പറഞ്ഞ പോലെ കുറേ വീട്ടമ്മമാരെന്ന് വിളിച്ച് ഞങ്ങളുടെ വിചാരം ഞങ്ങൾക്ക് മാത്രമേ ഈ സങ്കടമുള്ളൂ. ചേട്ടനെ പോലെ അല്ലെങ്കിൽ സാറിനെ പോലെ വലിയവർ എന്ന് പറയുന്ന വീട്ടിലെ ഭാര്യയ്ക്കും ഈ ദുഃഖമൊക്കെ ഉണ്ടല്ലേ. ഞങ്ങളിപ്പോൾ രാവിലെ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡർ വെച്ച് ഈ പാട്ട് വച്ചുകൊണ്ടാണ് അടുക്കള ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ ആശ്വാസം കിട്ടുന്നു. അതൊരു സുഖമല്ലേ. വീണ്ടും ഒരു ഡോക്ടറായി ഒരു രോഗികളെ ചികിത്സിക്കാൻ പറ്റി. രോഗികളുടെ എണ്ണം ഇനിയും കൂടാനുണ്ട്. രോഗം മാറിയാൽ മതി. ഈ കൊച്ചോവിലെ നീലകണ്ണുള്ള പാനെ നീ എനിക്കുള്ളതാണ്, നിനക്കിണക്കിളിയാനെ. അത് ഞാൻ മുഴുവൻ മതിയെന്ന് ഓർക്കുന്നില്ല. ട്യൂണിൻ്റെ പുറകെ പോകുന്നുണ്ട്
ഷാനത് നന്നായി. ഷാൻ്റെ ഒക്കെ ഒരു ഗുണം അതാണ്. കുറേ പേരുണ്ട് കേട്ടോ, അതിലില്ലെന്ന് പറയാൻ പറ്റില്ല. ബിജിപാല്, ഈ ഭാഷയോട് പിന്നെ സ്നേഹം കാണിക്കുന്നവർ, അത് എങ്ങനെ നമുക്ക് എന്ത് സുഖമെന്നറിയുക. അതേപോലെ അലക്സിൻ്റെ നിഷ്കളങ്കത, എനിക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോളൂ എന്ന് പറയുന്ന നിഷ്കളങ്കത. ലിറിക്കിൽ ഒരിക്കലും ഇടപെടാത്ത മോഹൻ സിത്താര ചേട്ടൻ മീറ്റർ വല്ല പ്രശ്നമുണ്ടെങ്കിൽ മാത്രം അല്ലാണ്ട് അതിനകത്ത് എന്ത് കുന്തം എഴുതി വെച്ചാലും പ്രശ്നമില്ല, ഒന്നും പറയുന്നില്ല. അതുപോലെ മറുവശത്തുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ വല്ലാണ്ട് ടാക്സ് ചെയ്യുന്നവരുണ്ട്. നല്ലതാണ് നല്ലതല്ലെന്നല്ല, പക്ഷേ ഇതൊരു ക്രിയേറ്റീവ് സാധനമാണ്. ചുമ്മാ അങ്ങോട്ട് എടുത്ത് ചിലർക്ക് പറ്റുമായിരിക്കും. എന്നൊക്കെ ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറയുന്നത് കേട്ടോ. എനിക്ക് അത്രയും അതായത് ഒരു ശിഷ്ടജന്മാണല്ലോ. ഞാൻ ഒരു പൂർണ്ണജന്മാന്ന് വിചാരിക്കാമെന്നില്ല. വയലാറിൻ്റെ മിച്ചം എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ. പക്ഷെ അതൊരു ഭാഗ്യവും കൂടെ അല്ലേ? അത് പറ്റും, അത് ആർക്കാരില്ലോ. അതൊന്നും ആളുടെ പേര് ഇപ്പം അല്ലാണ്ട് നേരത്തെ ഇപ്പം പിന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി. അതൊരു വലിയ പ്രശ്നമായിരിക്കും. പെണ്ണിനെ മുഖം നോക്കാൻ പോലും പറ്റില്ല. നോക്കി സൗന്ദര്യാസ്വദിക്കുന്നത് കണ്ടില്ലേ, വായി നോക്കി വലിയ പാട്ടെഴുത്ത് തന്നെ എന്ന് പറയും. അപ്പോൾ നമുക്ക് അതൊരു വലിയ വ്യക്തിജീവിതം നഷ്ടപ്പെടുന്ന ഭയങ്കര നഷ്ടം. നമുക്ക് ആ സ്വാതന്ത്ര്യം ഇല്ലാണ്ട് പോകുന്നത്. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാറെടുത്ത് പോരാൻ തന്നെ പ്രധാന കാര്യം, നമുക്ക് ഇപ്പം ഇങ്ങോട്ട് എന്നും ഇവിടെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനിലൊക്കെ പോരുകയാണെങ്കിൽ ആൾക്കാരുടെ ഒരു സ്നേഹം വളരെ കൂടുതലാണ്. നമുക്ക് വേണ്ടൊരു പിന്നെ ഇൻ്റലക്ച്വൽ പ്രൈവസി എന്ന് പറയില്ലേ, ചില ആലോചിക്കാൻ അതൊന്നും നടക്കില്ല. അത് നടക്കത്തില്ല. എല്ലാവരും ഒന്ന് വർത്താനം പറഞ്ഞു. പക്ഷേ അതൊരു വലിയ സുഖം. അത്രയും പേര് നമ്മൾ തിരിച്ചറിയുന്നു, അത്രയും പേര് വയലാറിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആ ഒരു സുഖമുണ്ട്. ഈ ന്യൂജൻ പാട്ടുകളിൽ ഇൻസ്റ്റയിൽ ചില പാട്ടുകളൊക്കെ ഈ നമ്മൾ മെലഡീസ് തന്നെ ഭയങ്കരമായിട്ട് ഹിറ്റാവും. അത്തരത്തിലൊന്നാണ് ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ ചെയ്തിട്ടുള്ള അഴലിൻ്റെ ആഴങ്ങളിൽ. അയ്യോ എന്നമേ, അതും ലാൽ ജോസ് ഒരു വാക്കേ പറഞ്ഞുള്ളൂ, നഷ്ടപ്പെട്ട പ്രണയം ഓർത്താൽ മതി. തീർന്നു, സിറ്റുവേഷൻ തീർന്നു. അല്ലാണ്ട് ഇന്നത് വേണം, ഞാൻ അങ്ങനെ കാണിക്കും, നീ നിൻ്റെ ജീവിതത്തിലേക്ക് പോകും. അത് കുറേ പേര് എന്നെ വിളിച്ചിട്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞാൻ വെറുത്തിരിക്കുകയായിരുന്നു. താങ്കൾ ആ പാട്ട് എഴുതാൻ അവളെ വീണ്ടും ഓർമ്മിക്കുന്നു, അതെനിക്ക് ഭാരമായി. അതേപോലെ മറിച്ച് ഇത് ഭയങ്കര മരുന്നാണ് കേട്ടോ എന്ന് പറഞ്ഞവരുമുണ്ട്. സങ്കടം വരുമ്പോൾ രണ്ടെണ്ണം അടിക്കുന്ന കൂട്ടത്തിൽ ഇത് കേൾക്കുമ്പം ഒരെണ്ണം കുറച്ചടിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതും കൂടെ എടുത്ത് കുടിക്കും. ഇപ്പോൾ ഒരു ഗ്ലാസ് മാറ്റി വെക്കാനുള്ളൊരു മരുന്നും കൂടെ വീണ്ടും ഡോക്ടറായി. അല്ല, അത് അങ്ങനെ ആകാൻ പറ്റുന്ന ഒരു സുഖം. അതെ ശരത്തേട്ട, അത് ഇൻസ്റ്റേ ഹിറ്റായത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ ഒരു ന്യൂജൻ സോങ് ആണത്. അതെല്ലേ, പുതിയ ആൾക്കാർ ആസ്വദിക്കുന്ന, പുതിയ കുട്ടികൾക്ക്. എനിക്ക് തോന്നുന്നു ഇതെല്ലാവരുടെ മനസ്സിൽ ഈ സങ്കടം എന്നുള്ള എലിമെൻ്റ് ഉണ്ട്. അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരിലും ഇതുണ്ട്. പക്ഷെ അത് മർമ്മത്തെ നമ്മൾ തൊടുമ്പോഴാണ് അത് അവർ അറിയുന്നതെന്നുള്ളത്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഇവിടെ വേദനയുണ്ടോ എന്ന് പറയുമ്പോഴാണ് എൻ്റെ വേദന എന്താണെന്ന് വേറെ ആൾ തിരിച്ചറിയുന്നത് അല്ലേ. അതേപോലെ ഇത് എല്ലാവരിലും ഉണ്ട്.